So hi all, welcome again. So ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഗ്രി ലെവലിൽ ചോദിച്ചിട്ടുള്ള വളരെ റെയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇമ്പോർട്ടൻ്റ് എന്ന് പറയില്ല, കാരണം അത് ആ 2022 ചോദിച്ചതിന് ശേഷം പിന്നെ ചോദിക്കുന്നതായി കണ്ടിട്ടില്ല. ഒത്തിരി പേര് ഈ ക്വസ്റ്റ്യൻ ഡൗട്ടായിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ നോക്കാം. സോ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കോളൂ. ഒരു നഗരത്തിലെ 80% ആൾക്കാർക്കും ഒരു കണ്ണിൽ പാടുണ്ട്, 80% ആൾക്കാർക്ക് ഒരു ചെവിയിൽ പാടുണ്ട്, 75% ആൾക്കാർക്ക് ഒരു കയ്യിലും 85% ആളുകൾക്ക് ഒരു കാലിലും പാടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അങ്ങനെ X% ആളുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് എല്ലാ അവയവങ്ങളിലും പാടുണ്ട് എന്നുള്ളതാണ്. എല്ലാ അവയവങ്ങളിലും പാടുണ്ട് എന്നുള്ളതാണ്. സോ എക്സിൻ്റെ കുറഞ്ഞ മൂല്യം എത്ര എന്നുള്ള ക്വസ്റ്റ്യനാണ് വരാറുള്ളത്. സോ അത് പൊതുവേ എല്ലാവരും ഇതിൻ്റെ ഷോർട്ട് കട്ട് പഠിക്കാറാണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒരു 3 സെക്കൻഡ് പോസ് ചെയ്തിട്ട് നോക്കി നോക്കൂ. ക്വസ്റ്റ്യൻ എങ്ങനെയുണ്ട്? കുറച്ച് കടുപ്പമാണ് അല്ലേ? ഇത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടില്ല. വെൻ ഡയഗ്രം എന്ന് പറഞ്ഞൊരു ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഇതിന് മുമ്പ് ചോദിക്കാറുള്ളത്. ഇത്ര ഒരു ഹോസ്റ്റലിൽ ഇത്ര പേര് ചാടിക്കുന്നവരാണ്, ഇത്ര പേര് കാപ്പി കുടിക്കുന്നവരാണെന്നുള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ക്ലാസ് മുമ്പ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക്. സോ വേണ്ടവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അത് നമ്മുടെ ചാനലിൽ അത് കിടക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ്റെ ഏറ്റവും ഷോർട്ടായിട്ട് ആദ്യം പറയാം, ഡെപ്ത് അല്ലാതെ. നിങ്ങളെല്ലാ സംഭവത്തിനെയും ഈ 80% തന്നിട്ടുള്ളത്, ഈ 80% തന്നിട്ടുള്ളത്, എല്ലാ പെർസെൻറ്റേജും നിങ്ങൾ 100 കുറക്കുക. സോ 100 80% പോയാൽ എത്ര വരും നിങ്ങൾക്ക്? 20%. അങ്ങനെ ഓരോന്നും ചെയ്യുക. ഈ 80%, ഈ 80% ഇതൊക്കെ 100 കുറക്കുക. സോ 100 80% പോയ 20%, ഇവിടെ 80% പോയ 20%, ഇവിടെ 75% പോയ ബാക്കി 25%, ഇവിടെ 85% പോയ ബാക്കി വരുന്നത് 15%. സോ ആ കിട്ടിയിട്ടുള്ള സെപ്പറേറ്റ് ആൻസേഴ്സ് മുഴുവൻ ആഡ് ചെയ്യുക. സോ ഇവിടെ നമുക്ക് കിട്ടിയത് 20 ഇവിടെ കിട്ടിയത് 20. അപ്പോൾ 20 20 40, 40 ഇവിടെ നമുക്ക് കിട്ടിയത് 25. സോ 40 25 65, ആൻഡ് ലാസ്റ്റ് ഇവിടെ നമുക്ക് കിട്ടിയത് 15. എത്രയാണ് വന്നേ? 65 15 80. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അത് 100ൽ നിന്ന് എന്ത് ചെയ്യുക? ഈ 80 എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. സോ ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. സോ ഇതിൻ്റെ ആൻസറായി വരുന്നത്, അപ്പോൾ 100ൽ നിന്ന് 80 മൈനസ് ചെയ്താൽ ആൻസറായി വരുന്നത് സി ആണ്. സി 20% എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, പക്ഷേ ഇത് എങ്ങനെ വന്നു എന്നുള്ള അറിയാനായിരിക്കും കൂടുതൽ ആളുകൾക്കും താല്പര്യമുള്ളത്. ഒത്തിരി പേര് ഡൗട്ട് ചോദിക്കാറുണ്ട്. ഈ ഷോർട്ട് കട്ട് അധികം ആൾക്കാരും പഠിച്ചു വെക്കാറുണ്ട്. ഓക്കെ, സോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ 2 ചിത്രങ്ങളിലൂടെ കാണിക്കാം. സോ ഇതൊരു ഗ്രാഫ് പോലെ നിങ്ങൾ വിചാരിക്കണം കേട്ടോ. എന്നുവെച്ചാൽ കണ്ണിന് അസുഖമുള്ളവർ, ചെവീൻ്റെ മുകളിൽ പാടുള്ളവർ, കൈയിൻ്റെ മുകളിൽ പാടുള്ളവർ, കാലിൻ്റെ മുകളിൽ പാടുള്ളവർ എന്നുള്ള രീതിയിൽ നമ്മളിതിനെ അറേഞ്ച് ചെയ്യുകയാണ്. സോ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇതിൽ ഓരോ ബോക്സും 20% എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്. 20%. അപ്പം മൊത്തം നോക്കുമ്പോൾ 100 ആവണേ. 20 40 60 80 100. ഓക്കെ, സോ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? ഫസ്റ്റ് 80% ആളുകൾക്ക് കണ്ണിലെന്നാണ് പറയുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഇതിലെ 80% കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ബോക്സ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഡറിൽ എടുക്കുമ്പോൾ എങ്ങനെയാണ് കിട്ടുക? 80% അല്ലേ? 20 40 60 80 അല്ലേ? ഈ ഇത്രയും പേർക്ക് കണ്ണിൻ്റെ മുകളിൽ എന്തില്ല? പാടില്ല. ഓക്കെ, അടുത്തതും ചെവിയുടെ കേസും ഈ 80 തന്നെ അല്ലേ പറഞ്ഞേ? സോ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 80 ഇവിടെ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്താൽ, ഇവിടെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത പറയുന്നത് 75 85 ആണ്. കയ്യിനും കാലിനും അല്ലേ? സോ 75 എന്ന് പറയുമ്പോൾ ഇത് 20, ഇത് 40, ഇത് 60. അടുത്ത നമുക്ക് മുഴുവൻ വേണ്ട, 70 75 ഏകദേശം എത്ര വരും? ഇവിടെ ഒരു വര വരക്കാം നമുക്ക് തൽക്കാലം. 75 അങ്ങനെ 85 എന്ന് പറയുന്ന സംഭവം ഇതിലേക്ക് കടന്നു പോകും. 20 40 60 80 ഒരു കുറച്ച് ഇത്ര ഇതിൽ വരും, ഈ ബോക്സിലേക്ക് വരും. സോ ഇവിടെ 4 അവയവങ്ങളിലും പാടുള്ളവരെയാണല്ലോ നമ്മൾ X% സൂചിപ്പിക്കുന്നത് അല്ലേ? 4 അവയവങ്ങളിലും പാടുള്ളതായിട്ട് നിങ്ങൾക്ക് എത്ര തോന്നുന്നുണ്ട്? ഈ 20% ആൾക്കാരിൽ എല്ലാത്തിലും ഇല്ലേ 4 അവയവങ്ങളിലും? ഇവിടെയുണ്ട് അല്ലേ? ഇവിടെയുണ്ട്, ഇവിടെ എല്ലാവർക്കും ഉണ്ട്. ഇവിടെ മാത്രം, ഇവിടെ തൊട്ട് 75 മുതലുള്ള ഇവിടുന്ന് ഇത്രയും പേർക്ക് ഇങ്ങോട്ടുണ്ട്, ഇവിടേക്ക് എന്തില്ല? എല്ലാവർക്കും ഇല്ല. ഈ 3 അവയവങ്ങൾ പാടുള്ളവരുണ്ട്, പക്ഷേ ഇവിടെ ഒരു ഒഴിവ് വരുന്നുണ്ട്. സോ എക്സിൻ്റെ ദൈർഘ്യമേറിയ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ അപ്പോൾ എത്ര വരിക? 75 വരിക. സോ എക്സിൻ്റെ ദൈർഘ്യമേറിയ വാല്യൂ കാണാനുള്ള ഷോർട്ട് കട്ട് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയണ്ടേ? ആ തന്നിരിക്കുന്ന പേഴ്സൻറ്റേജിലെ ഏറ്റവും ചെറിയ പേഴ്സൻറ്റേജ് 80 80 75 85 75% ദൈർഘ്യമേറിയത്. ഓക്കെ, ഇനി ഇത് ദൈർഘ്യം കുറക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന എക്സിൻ്റെ മിനിമം വാല്യൂ ചോദിക്കുന്നത്, ഏറ്റവും കുറഞ്ഞ ആളുകൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ നോക്കാം. സോ ഈ ചിത്രത്തിലേക്ക് വരുമ്പോൾ
ഇനി നമ്മളെന്താ ശ്രമിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കണ്ണിൽ, ചെവിയിൽ, കയ്യിൽ, കാലിൽ ഇതിലെ പാടുള്ള ആൾക്കാരെ മാർക്ക് ചെയ്യുമ്പോൾ 4നും കോമണായി വരുന്നത് മാക്സിമം ഇല്ലാതാക്കാൻ ശ്രമിക്കണം. അതിനെങ്ങനെയൊക്കെ ചിത്രം വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതിൻ്റെ അങ്ങേ അറ്റത്തേക്ക് പോവുക. അതാണ് മനസ്സിലാക്കി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരടുത്താട്ടോ പറയണേ. ഇത് കേൾക്കുമ്പോൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് കൺസെപ്റ്റാണ്, എന്നാൽ സിമ്പിൾ കൺസെപ്റ്റ് തന്നെയാണ്. നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനുള്ള ഷോർട്ട് കട്ട് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൽ തൃപ്തിപ്പെടുന്നവർ അത് കണ്ടാൽ മതി. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ അടുത്ത ചെയ്യേണ്ട ഇതാണ്. അപ്പോൾ കണ്ണിൽ പാടുള്ള ആൾക്കാർ നമുക്ക് 80% തന്നിട്ടുള്ളത്. നമ്മൾ ഓരോ കള്ളികൾ എത്ര എടുക്കുന്നത്? 20% എടുക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും, ഒരു 20% മാർക്ക് ചെയ്തു. ഫസ്റ്റ് നമുക്ക് റാൻഡമായി മാർക്ക് ചെയ്യുക. ഈ ടേബിളിലെ പോലെ തന്നെ 60, 80 80% മാർക്ക് ചെയ്തു. ഇനി അടുത്ത കള്ളിയിൽ 4 കോമണായി വരുന്നതിനാണ് നമ്മൾ എക്സ് എന്ന് പറയുന്നത്. 4 കോമണായി വരണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മിനിമം വാല്യൂ കണ്ടെത്താൻ 4 കോമൺ ആവാൻ നമ്മൾ ചത്താലും സമ്മതിക്കരുത്. 4 കോമൺ ആവാൻ സമ്മതിക്കാനേ പാടില്ല. സോ അടുത്ത 80% നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ഇതിൽ കോമൺ ആവാതിരിക്കാൻ ശ്രമിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു 20% നമുക്ക് ഇവിടെ മാർക്ക് ചെയ്തൂടെ? മാർക്ക് ചെയ്യാം. മറ്റേ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല, 2 എന്ത് വരും, കോമൺ ഒരു ഉറപ്പാണ്. ഇപ്പോൾ 20% ആയിട്ടുള്ളൂ. അപ്പോൾ അടുത്ത കള്ളി 40%, അടുത്ത കള്ളി വരക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി, 60%, അടുത്ത കള്ളി നിങ്ങൾക്ക് വരക്കുമ്പോൾ 80%. സോ ഈ കള്ളി മാത്രം നമുക്ക് സേവ് ആക്കാൻ പറ്റി, കോമൺ ആക്കാതിരിക്കാൻ ശ്രമിക്കാൻ പറ്റി. ഇതും നമുക്ക് ശ്രമിക്കാൻ പറ്റി. പക്ഷേ ഈ 3 നമ്മൾ എന്ത് ചെയ്തു, കോമണിൽ വിട്ടുപോയി. ഓക്കെ, ഇനി അടുത്ത നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കയ്യിന് പാടുള്ള എത്ര ആൾക്കാരുണ്ടെന്ന് പറയുന്നുണ്ട്, 75%. അപ്പോൾ നമ്മളെന്താ ശ്രമിക്കേണ്ടത്, ആ 75% കോമണായി വരുന്നത് മാക്സിമം ഒഴിവാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഓൾറെഡി കോമൺ ഒഴിവായല്ലോ. സോ 20% നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. 20% ഇവിടെയും കിട്ടി. ഇതും കോമൺ ഒഴിവായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 20% ഇവിടെയും കൊടുത്താൽ 40% ഇപ്പോൾ എന്തായി, മാറി നിന്നു. ഇനി 75% ബാക്കി എത്രയുള്ളത്, 35% ഉണ്ട്. അത് നിങ്ങൾ ഇനി എങ്ങനെ വരച്ചാലും എന്താവും, അതിൽ കോമണായ ഈ 3 നീ വന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് 35% ഒരു 20 ഉണ്ട്, അത് നമുക്ക് ഒഴിവാക്കി കളയാം. ബാക്കി 35 വേണ്ടിയിട്ട് ഈ 20% നമുക്ക് സാക്രിഫൈസ് ചെയ്യണം. അടുത്ത 15% നമ്മളൊരു കള്ളി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങളൊരു 5% വിചാരിച്ചിട്ട് ബാക്കി 15% മാർക്ക് ചെയ്തായിട്ട് എന്ത് ചെയ്യുക, വിചാരിക്കുക. ഓക്കെ, സോ അപ്പോൾ നമ്മൾ 75% കയ്യിന് സ്കാറുള്ള നമ്മൾ എന്ത് ചെയ്തു, മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിൽ കോമണായി വരുന്നത് ഇനി ഏതൊക്കെയാണ്, 3 കോമൺ ആയത് ഏതൊക്കെ, ഇത് ഒഴിവായി കിട്ടി. പക്ഷേ ഇതിൽ ഇത്ര ഒരു പോർഷൻ ഒഴികെ 15% ഇവിടെ കോമൺ ഉണ്ട്. എന്നാൽ ഇവിടെ എത്ര ഉണ്ട്, 20% ഫുള്ള് കോമൺ ഉണ്ട്. ശരിയല്ലേ? ഇനി നമുക്ക് ലാസ്റ്റ് 85% കൂടെയാണ് മാർക്ക് ചെയ്യേണ്ടത്. ആ 85% മാർക്ക് ചെയ്യുമ്പോൾ മാക്സിമം നമുക്ക് കോമൺ ആവാത്തത് മാർക്ക് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. സോ ഇവിടെ 20% മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കോമൺ അല്ലാതെ 4 കോമണായി വരാതെ രക്ഷപ്പെട്ടു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 20% മാർക്ക് ചെയ്താൽ എന്ത് ചെയ്തു, 4 കോമൺ അല്ലാതെ ഒരു ഏരിയ രക്ഷപ്പെട്ടു അല്ലേ. ഇനി 20% ഞാൻ ഇവിടെ മാർക്ക് ചെയ്താൽ എന്തായാലും ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ 20% മാർക്ക് ചെയ്യുന്നതോടുകൂടി 60% കോമണിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനി ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് എനിക്ക് കോമണിന് രക്ഷപ്പെടുത്താൻ പറ്റിയതാ. ഇപ്പോൾ എത്ര 20, 40, 60 85 ഇനി 25 മാർക്ക് ചെയ്യാനുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ബാക്കി വരുന്ന 25% ഇനി നമുക്ക് മാർക്ക് ചെയ്യാൻ കഴിയുക. ഇവിടെ നമ്മളൊരു 5% മാറ്റി വെച്ചതില്ലേ, അതിവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. ഈ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഭാഗവും കോമൺ അല്ലാതെ രക്ഷപ്പെട്ടില്ലേ, ഈ ഒരു ചെറിയൊരു ഭാഗം അല്ലേ. ഇനി നമ്മൾ 20% ബാക്കി, ഇപ്പോൾ 5 ഒഴിവായി കഴിഞ്ഞാൽ ബാക്കി ഇനി 20% മാർക്ക് ചെയ്യാനുണ്ട്. ആ 20% നമ്മൾ തല കുത്തി മറിഞ്ഞാലും അതെല്ലാത്തിലും കോമൺ ആയിട്ട് വരും എന്നുള്ളത് ഉറപ്പാണ്. സോ ആ 20% വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ 20 + 5 ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്താലും ഇവിടെ ഒരു 5 നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഈ 20% അപ്പോൾ കോമണായി വന്നില്ലേ. ഇവിടെയുള്ള 15%ഉം ഇവിടെയുള്ള 5% കൂടെ ചേർന്ന് 20% കോമൺ ആവും. അത് ഞാൻ ഈ 20% എടുത്തിട്ട് ഈ കള്ളിയിൽ മാർക്ക് ചെയ്താലും ആ 20% എന്തായിരിക്കും, കോമൺ ആവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. സോ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എല്ലാത്തിലും കോമൺ ആവുന്നതിൻ്റെ മിനിമം വാല്യൂ അല്ലേ ചോദിച്ചത്. സോ എല്ലാത്തിലും കോമൺ ആയി എങ്ങനെ നമ്മൾ തലകുത്തി പറഞ്ഞാൽ ഈ 20% എന്ത് ചെയ്യും, ബാക്കി വരും എന്നുള്ളതാണ്. സോ ഇതാണ് കൺസെപ്റ്റ്. പക്ഷേ ഇതൊരു എക്സാം ഹോളിൽ നിന്നിട്ട് ഈ കൺസെപ്റ്റ് ഉപയോഗിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കെ, ഒത്തിരി സമയം എടുക്കുന്നുണ്ട്. സോ ഒരിക്കലും നമ്മൾ ക്ലാസ് മുറികളിൽ നിന്ന് ഇങ്ങനത്തെ കൺസെപ്റ്റ് കേട്ടിട്ട് വേണം എക്സാം ഹോളിലേക്ക് പോകാൻ. ഓക്കെ, അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഏതിലേക്ക് പോയാൽ മതി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. ഓർക്കുന്നില്ലേ, 1 സെക്കൻഡ് ഒന്നുകൂടെ പറയണേ. ഷോർട്ട് കട്ട് എങ്ങനെയായിരുന്നു, ഈ 80% തരുമ്പോൾ അത് 100 നിന്ന് കുറക്കുക, 100 80% ചോദിച്ചാൽ ഒഴിവാക്കിയാൽ ബാക്കി 20%. ഇവിടെ അങ്ങനെ 20% വരും. ഇവിടെ അങ്ങനെ 75% ഒഴിവാക്കി 25% വരും. ഇവിടെ നമുക്ക് ഒരു 15% വരും. സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ മൊത്തം 100-ൽ നിന്ന് ഈ കണ്ടെത്തിയ ഓരോന്നും കുറച്ചാൽ മതി. 100 നിന്ന് 80 പോയാൽ ബാക്കി 20 പ്ലസ്
ഈ 100 പോയ ബാക്കി 20 പ്ലസ് ഈ 100 പോയ ബാക്കി 25 പ്ലസ് ലാസ്റ്റ് 100 പോയ ബാക്കി 15. സോ നിങ്ങൾ ചെയ്താൽ 100 മൈനസ് 20 40 40 25 65 65 15 80. സോ 100 പോയ എത്ര മക്കളെ 20. സോ 20% എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇതിൻ്റെ ആൻസറായിട്ട് വരും. ഓക്കെ, സോ നമുക്ക് എക്സ്പ്ലനേഷൻ ചെയ്തതുകൊണ്ട് എക്സിൻ്റെ മാക്സിമം വാല്യൂ കൂടെ കണ്ടെത്താൻ പറ്റിയില്ലേ. കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്നല്ലോ, ഇതാണ് ഇതിൽ മാക്സിമം വാല്യൂ വരുന്നത്. എന്നുവെച്ചാൽ എക്സ് എന്ന് പറയുന്നത് മറക്കരുത്, എക്സ് പറയുന്നത് എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരാണ് പറയുന്നത്. സോ ഈ രീതിയിൽ ചിത്രം വരച്ചാൽ മാക്സിമം നമുക്ക് എത്ര പറ്റും 75% എക്സിൻ്റെ വാല്യൂ വരിക. സോ ഇവിടെ ചോദിച്ചത് മിനിമം വാല്യൂ ആണ്. സോ നമ്മൾ കഴിവിൻ്റെ പരമാവധി എല്ലാം അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ 20% അവിടെ എന്ത് ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട്. സോ അതാണ് ഏറ്റവും മിനിമം, അതിനേക്കാൾ ചെറുതാക്കാൻ കഴിയില്ല. സോ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ 20ൻ്റെയും ഈ 75ൻ്റെയും ഇടയിലാണ് വരിക. സോ നമുക്ക് അങ്ങനെയും ചോദ്യം എന്ത് ചെയ്യുക ചോദിക്കുക, എക്സിൻ്റെ മൂല്യം എവിടെ നിന്ന് എവിടെ വരെ വരും എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് 20% to 75. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിച്ചൂടെ, എക്സിൻ്റെ വാല്യൂ വരാത്തത് ഏത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഈ 20ൻ്റെയും 75ൻ്റെയും ഇടയിലല്ലാത്ത വാല്യൂ ഒന്ന് പുറത്തുനിന്ന് തരാം, ബാക്കിയുള്ളതൊക്കെ ഉള്ളിൽ തന്നാൽ ആ പുറത്തുനിന്ന് തന്ന വാല്യൂ ഒരിക്കലും എക്സിന് വരില്ല എന്നുള്ള എല്ലാ ക്വസ്റ്റിൻ്റെയും ആൻസറായി കൺസെപ്റ്റ് അറിയുമ്പോൾ കേട്ടോ. സോ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ അപ്പോൾ വരുന്നത് ഓപ്ഷൻ സി തന്നെയാണ് 20. എല്ലാവർക്കും കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ റെയർ ക്വസ്റ്റ്യൻസുമായിട്ട് നല്ല ഇൻഫോർമേറ്റീവ് ക്വസ്റ്റ്യൻസുമായിട്ട് ഇനിയും കാണാം. കീപ് ഫോളോയിങ്. താങ്ക് യു.